നിങ്ങളൊരു ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 12 ദിവസത്തേക്ക് ഒരു 3 രാജ്യവും ഒരു ഐലാൻഡും, ഒരു രാജ്യത്തിൻ്റെ എക്സ്പെൻസ് തന്നെ നിങ്ങൾക്ക് ഈ 3 രാജ്യങ്ങളിലും ഒരു ഐലാൻഡിൽ പോകാൻ പറ്റും. ഇത് ചുരുക്കി പോകാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്ത് നമ്മൾ ചിലവാക്കുന്ന ആ ഒരു ചിലവിൽ തന്നെ നിങ്ങൾക്കൊരു 3 രാജ്യം കാണാനും പറ്റും, ഒരു ഐലൻഡും നമുക്ക് പോകാൻ പറ്റും. അതായത് നിങ്ങൾ കൊച്ചിയിൽ നിന്നുകൊണ്ട് നമ്മൾ 3 രാജ്യമുണ്ട്. ഒന്ന് മലേഷ്യ, ഒന്ന് സിംഗപ്പൂർ, മറ്റൊന്ന് വിയറ്റ്നാം. ഇത് നിങ്ങൾക്ക് ചോയ്സ് വേണമെങ്കിൽ മാറ്റാം. ഒരു മലേഷ്യ അല്ലാന്നുണ്ടെങ്കിൽ മലേഷ്യ പോലെ ബാങ്കോക്ക് ആക്കാം, അവിടെ നേരെ വിയറ്റ്നാം ആക്കാം. ഇതൊക്കെ സെയിം ചിലവ് തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് നിങ്ങളൊരു ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ് ഉപയോഗിക്കുക. റേറ്റും കുറവാണ്. നമുക്ക് 2-3 രാജ്യങ്ങളിലോട്ടത് അവിടെ നമുക്ക് അവിടെ ഇറങ്ങാനും സാധിക്കും. ഇപ്പോൾ മലേഷ്യയിൽ വിസ ഇല്ല. നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നേരെ കോലാലംപൂരത്തേക്ക് ഫ്ലൈറ്റ് കയറുക. രാവിലെ ഒരു 6 മണിക്കൊക്കെ കോലാലംപൂരിലെത്തും. അവിടെ ഒരു 2 ദിവസം, അവിടെ ഒരു 2 ദിവസം കാണുന്ന സ്ഥലങ്ങളുണ്ട്. രാവിലെ വന്നു പറഞ്ഞാൽ നിങ്ങളൊരു ചൈന ടൗണിൽ പോവുക, അവിടെ ലിറ്റിൽ ഇന്ത്യ ഉണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് റൂമിൽ വന്ന് ഫ്രഷായിട്ട് നേരെ ട്വിൻ ടവർ, പിന്നെ ബുക്കിത് ബിന്ദാങ് എന്ന് പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അടുത്ത ദിവസം ബുദ്ധഗേവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പിന്നെ ജന്തി ഹൈലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെ ഇവിടെ നിന്ന് പോക്കോക്ക് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്, ഒരു ഐലാൻഡ്. അവിടത്തേക്ക് അടുത്ത പോവുക. അതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. 100% ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ടുള്ളൊരു ഐലൻഡാണ്. അത് 2024 ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരികയും അങ്ങനെ എന്തൊക്കെയോ അവാർഡ് കിട്ടിയ ഒരു ഐലൻഡാണ്. അവിടെ ഒരു 3 ദിവസം നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കുക. അവിടെ ഡിസ്നിലാൻഡ് കഴിഞ്ഞ അടുത്ത എന്ത് എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ കണക്കായിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. പിന്നെ അവിടെ ഒരു കേബിൾ കാറുണ്ട് കടലിനെ ക്രോസായിട്ട്. പിന്നെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ നിന്ന് നേരെ നിങ്ങൾ വിയറ്റ്നാമിലേക്ക് പോകുക. വിയറ്റ്നാമിൽ വിസ ആവശ്യമാണ്. നിങ്ങൾ നാട്ടിലേക്ക് ട്രാവൽസിന് കൊടുത്ത് വിസ എടുക്കുക. ബാക്കി യാത്രകൾ മുഴുവൻ നിങ്ങൾ സ്വന്തമാക്കുക. ഫ്ലൈറ്റ് ബുക്കിങ്ങിന് നിങ്ങൾ അഗോഡയോ എക്സിക്കോയോ ജോബിഗോയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. റൂം അതുപോലെ തന്നെ അവിടുന്ന് ബുക്ക് ചെയ്യാം. നിങ്ങൾ കഴിയുന്നതും ഈ ട്രാവൽ ഏജൻസി ഇല്ലാതെ വരാൻ നോക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഭാഷ അറിയണമെന്നില്ല. നമുക്ക് ഭാഷ അറിയാമെങ്കിൽ നമ്മൾ പോകുന്ന രാജ്യങ്ങളിൽ ഈ ഇംഗ്ലീഷ് മറ്റു കാര്യങ്ങൾ അറിയണമെന്നില്ല. അവർക്ക് ലോക്കൽ ഭാഷ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുക. ഞാൻ ഇതിനു മുമ്പൊരു 5-6 രാജ്യങ്ങളിൽ പോയി. പിന്നെ വീണ്ടും നമുക്കൊരു ബ്ലോഗ് ചെയ്യണം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഇതിലാണ് പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് എല്ലാവർക്കും പോവാം. നമുക്ക് അത്ര വലിയ ലാംഗ്വേജ് ഒന്നും കൈകാര്യം ചെയ്യാനുള്ള പരിചയമില്ല. എന്നായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു തടസ്സം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഈ കോലാലംപൂരിൽ നിന്ന് നിങ്ങൾ മൂന്നാമത്തെ ദിവസം രാവിലെ നേരെ ഈ പൂക്കോക്ക് ദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപിലോട്ട് പോകുക. പൂക്കോക്ക് എന്നാണ് അതിൻ്റെ വാക്ക് തോന്നുന്നത്, കറക്റ്റായിട്ട് അറിയില്ല, ചെറിയ വ്യത്യാസം ഉണ്ടാവും. അവിടെ നിന്ന് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നേരെ ഹോച്ചിമിൻ സിറ്റി, വിയറ്റ്നാം. ഈ ഹോച്ചിമിൻ സിറ്റിയിൽ നിങ്ങൾ 2 ദിവസം നിൽക്കുക. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നേരെ ഡൊണാങ്ങിൽ നിന്ന് നേരെ ഹാനോയിൽ നേരെ സിംഗപ്പൂരിൽ നിന്ന് രാജ്യത്തിൽ ഇറങ്ങുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണാനുള്ളത് സിംഗപ്പൂർ എയർപോർട്ടിലാണ്. ആ എയർപോർട്ടിൽ നിങ്ങൾക്ക് 8 മണിക്കൂറോ 10 മണിക്കൂറോ ലെയർ ഉണ്ടാവും. ആ ലെയറിൽ അത്രത്തോളം തന്നെ കാണാനുണ്ട്. അത്ഭുതങ്ങളാണ്. സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് അത്ഭുതങ്ങളാണ്. അവിടെ നേരെ കൊച്ചിയിലാണെങ്കിൽ കൊച്ചി, കോയമ്പത്തൂർ രണ്ട് ഏകദേശം സെയിം പ്രൈസാണ്. അങ്ങനെ 3 രാജ്യങ്ങൾ, ഒരു ഐലാൻഡ്, ഒരു സിംഗിൾ രാജ്യത്തിൽ പോകുന്ന ചിലവിൽ. ഈ നമ്മുടെ ഈ വിദേശ യാത്രകൾ പോകുമ്പോൾ ഈ 1 ലക്ഷം കൊണ്ട് 2 ലക്ഷം കൊണ്ട് ഫാമിലിക്ക് ചുരുക്കി ചെറിയ പൈസയിൽ പോകുന്നല്ല. പൈസ ഉണ്ടാവണം നമ്മളെ കയ്യിൽ. പക്ഷേ നമ്മുടെ ചിലവുകൾ മാക്സിമം ചുരുക്കി പോവുക. റൂം എടുക്കുമ്പോൾ നല്ല റൂം എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ക്രാബ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ആപ്പുണ്ട്. ആ ഓൺലൈൻ ക്രാബ് ഉപയോഗിക്കുക. ഒരു ഭാര്യയും ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളുണ്ടെങ്കിൽ ബസ് സർവീസ്, ട്രെയിൻ സർവീസിനെക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം ക്രാബ് ഉപയോഗിക്കുന്നതാണ്. അത് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഫുഡ് നമുക്ക് 7-Eleven എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ കൺട്രിയിലൊക്കെ വളരെ നെറ്റ്വർക്കുള്ള ഒരു റെഡി ടു ഫുഡ് വിൽക്കുന്ന സ്ഥലമാണ്. വെള്ളം, പെപ്സി, നമുക്ക് ആ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഈ 7-Eleven നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. അത് നല്ല ബെറ്റർ സാധനം കിട്ടുകയും ചെയ്യും, എന്നിട്ട് വലിയ റേറ്റ് ആവില്ല. പിന്നെ ഫുഡ് സ്ട്രീറ്റുകൾ തിരഞ്ഞെടുക്കുക. കഴിയുന്നത് ഫുഡ് സ്ട്രീറ്റ് ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും ഫുഡ് സ്ട്രീറ്റ് എല്ലാ നൈറ്റിലും പോകാൻ ശ്രമിക്കുക. ഫുഡ് സ്ട്രീറ്റ് നമ്മുടെ യാത്രയ്ക്ക് വളരെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ നമ്മൾ നാളെ മുതൽ കോലാലംപൂർ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്.
നാളെ മുതൽ കോലാലംപൂർ യാത്രയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോലാലംപൂർ യാത്രയിൽ നമുക്ക് വലുതായിട്ട് ചൈന ടൗൺ, ലിറ്റിൽ ഇന്ത്യ, ഈ പെട്രോൺസ് ടവർ. ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് കോലാലംപൂർ പോകുന്നത്. അപ്പോൾ മലേഷ്യ ഈ കോലാലംപൂർ ഫുള്ള് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. എന്നാലും ബാക്കിയുള്ള പറഞ്ഞുതരാം. നമ്മൾ ഈ സ്ഥലങ്ങളൊന്നും പോകാൻ വേണ്ടി ഇത് കോലാലംപൂരിൽ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ആ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും അതിൻ്റെ ഏകദേശം പോയിൻറ്റുകൾ. ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും. നമുക്ക് മസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്ത ആ നാട്ടിൻ്റെ ഏകദേശം നമ്മൾ പോകേണ്ട ഏരിയ കിട്ടും. പിന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഹോട്ടലിൻ്റെ ഏകദേശം അടുത്തുള്ള ഏരിയ സ്ഥലം കിട്ടും നമുക്ക് മസ്റ്റ് വിസിറ്റിൽ. അവിടെ പോയിട്ട് വന്നാൽ മതി. ഒരു രാജ്യത്ത് പോകുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ആ രാജ്യം കണ്ട് തീർക്കാൻ ആർക്കും പറ്റില്ല. നമ്മളൊരു കേരളത്തിലൊരു ടൂറിസ്റ്റ് വരാമെന്നുണ്ടെങ്കിൽ കേരളം കണ്ടു പോകുമ്പോഴത്തേക്കും പുള്ളിയും ഇന്ത്യ കണ്ടുപോയെന്നാണ് പുള്ളിയും പറയുക. നമുക്ക് രാജ്യം മൊത്തം കാണാൻ പറ്റും. പക്ഷേ നമുക്ക് മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ കാണാൻ പറ്റും. അതിന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. വേറെ നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. ഓൺലൈൻ ടാക്സിയാണ്. നമ്മുടെ നാട് പോലെയല്ല. ടാക്സി എത്ര രൂപ, എവിടെ പോകണം, ഇത്ര പൈസ ഒന്നും ചോദിക്കേണ്ട, എല്ലാം പക്കയാണ്. പിന്നെ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റുകളായാലും വിദേശികൾക്ക് ഒരു റേറ്റ്, സ്വദേശികൾക്ക് റേറ്റ് ഇല്ല. ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ വിദേശികളെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളാണ്. അവരുടെ വരുമാനത്തിൽ വലിയൊരു പങ്ക് വിദേശ ടൂറിസത്തിൽ കിട്ടുന്നതാണ്. എല്ലാവരും നമ്മുടെ നാടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യണ്ട. നമ്മൾ പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് പറയാണ്. ഈ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യാത്ര പോകുന്നതൊക്കെ, ഞാൻ വൈഫും എൻ്റെ ഒരു പെൺകുട്ടിയാണ്. ഈ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ രാജ്യങ്ങളിൽ നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാം. അവിടെ യാത്ര ചെയ്യാൻ എല്ലാ സജ്ജീകരണമുണ്ട്. നമ്മൾ ഈ പാക്കേജിൽ പോകാതിരിക്കുക. കഴിയുന്നത് ഒരു രാജ്യം നമ്മൾ വിദേശ യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്, ഒരുപാട് അറിവുകൾ കിട്ടാനുണ്ട്. കഴിയുന്നത് നമ്മൾ സ്വന്തം പോകാൻ നോക്കുക. കാണുന്നിടത്തോളം കണ്ടാൽ മതി. ആ കാണുന്നതിൽ അതിനൊരു വാല്യൂ ഉണ്ടാവും. നമ്മളൊരു പാക്കേജ് രാവിലെ അയക്കുക, റൂമിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഉണർത്തുക, അതിൽ കൊണ്ട് കയറുക, അവിടെ ഒരു സൈറ്റിൽ കൊണ്ടിറക്കുക, തിരിച്ചു വരിക. കുറേ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇത് കാണുക എന്നുള്ളതല്ല. ഈ യാത്രയ്ക്കിടയിൽ നിങ്ങൾ കിട്ടുന്ന കുറച്ച് അറിവുണ്ട്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മൂല്യം എന്ന് പറയുന്നത്. ആ അറിവുകൾ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോയാലും അവിടെ നിന്നുകൊണ്ട് ഫസ്റ്റായിട്ട് ഞാൻ ഈ മലേഷ്യ എൻ്റെ ആദ്യത്തെ യാത്ര മലേഷ്യ വരുമ്പോഴത്തേക്കും എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ മലേഷ്യ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ 5ഓളം രാജ്യങ്ങളിൽ പോയി. വീണ്ടും ഞാൻ മലേഷ്യയിൽ നാളെ രാവിലെ വീണ്ടും വരെയാണ്. ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് മലേഷ്യ വരുന്നത്. ഇതുപോലെ മറ്റ് ഏതെങ്കിലും രാജ്യങ്ങൾ പോകുമ്പോഴത്തേക്കും മലേഷ്യയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പോകലാണ്. അപ്പോൾ നമുക്ക് നാളെ മുതൽ മലേഷ്യ, ഈ 3 രാജ്യങ്ങളും ഒരു ഐലൻഡും ഏകദേശം ഒരു ഫാമിലിക്ക് ഒരു ഫാമിലി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് 2 ലക്ഷം രൂപ മുതൽ ഒരു 3 ലക്ഷം രൂപ വരെ ചിലവുണ്ടാവും. ഇത് വളരെ വലിയ നിലവാരത്തിലാണ്. നമ്മുടെ 7 സ്റ്റാർ ഫെസിലിറ്റി ഹോട്ടൽ, അതുപോലത്തെ ലഞ്ചുകൾ, അതുപോലത്തെ യാത്ര, നമ്മളെല്ലാ ആക്ടിവിറ്റീസും. കുട്ടികളുണ്ടെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക്, നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കുറച്ച് കൂടുതൽ ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നാളെ മുതൽ നമുക്ക് യാത്ര പോകാം. ഫസ്റ്റ് കോലാലംപൂരിൽ 2 ദിവസമാണ്. പക്ഷേ ഒരു ദിവസം മാക്സിമം കാണിച്ചിട്ട് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞുതരാം. പിന്നെ ഈ പോക്കോ ദ്വീപിൽ ആദ്യമായിട്ട് പോകുന്നതാണ്. പൂർണ്ണമായിട്ട് പോക്കോ ദ്വീപിലെ 3 ദിവസത്തെ കാര്യം നമുക്ക് കാണിക്കാം. അത് കഴിഞ്ഞ് ഹോച്ചിമിൻ സിറ്റിയിൽ 2 ദിവസങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് ഡൊണാങ് എന്ന് പറഞ്ഞ വിയറ്റ്നാമിലെ ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമ്മളൊരു 3 ദിവസം ഉണ്ടാവും. പിന്നെ ഹാനോയ് അതുപോലെ തന്നെയാണ്. അവിടെ നമ്മളൊരു 3 ദിവസം ഉണ്ടാവും. ഈ സ്ഥലങ്ങളൊക്കെ കാണുക. പിന്നെ നാളെ മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇത് കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവും. ഇതിൽ മെസ്സേജ് അയച്ചിട്ട് എന്ത് പറഞ്ഞാലും നമ്മളത് റൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ നമ്മൾ തയ്യാറാവും. അതിൻ്റെ ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഈ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് മറ്റൊരു എയർപോർട്ടിൽ പോയി ഇറങ്ങുന്ന സമയം വരെ നിങ്ങൾക്ക് ഈ ഒരു ഇതുണ്ടാവുള്ളൂ. നമുക്ക് സ്വന്തം പോകാൻ പറ്റുമോ എന്നുള്ളത്. സ്വന്തം പോകുന്ന ആൾക്കാർ കൂടുതലായിട്ടുണ്ട്. ഈ പോകാൻ മടിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഒഴുക്കാണ്, ഒരു ടൂറിസം ഒഴുക്കാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ 1-2 ആളല്ല, ഒരു ഒഴുക്കാണ് ഉണ്ടാകുന്നത്. ഒരു വിമാനം നിറയെ മലയാളികൾ എല്ലായിടത്തും അങ്ങനെ വരുന്നത്. അവരെ കൂടെ ഒരു ഒഴുക്കാണ്. നമ്മൾ വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ നാട് വെച്ച് ബാക്കി എല്ലാ നാടുകളും സുരക്ഷിതമാണ്. നമ്മുടെ നാട് സുരക്ഷിതമാണ്. എന്നിട്ട് എല്ലാ നാടുകളും ടൂറിസത്തിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നാടുകളാണ്. നാളെ മുതൽ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിൽ യാത്ര ചെയ്യാം.